തലേന്ന് രാത്രിയിൽ നയന പറഞ്ഞിട്ട് ആദർശ് നയനയുടെ കയ്യിൽ ക്യൂടെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നയനയ്ക്ക് അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനോട് ചോദിക്കുന്നുണ്ട് ആദർശ്, നിനക്ക് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനങ്ങനെ സാധനമൊന്നും മേടിക്കാറില്ല, ഞാൻ ജാനകി ചെറിയമ്മയുടെയൊക്കെയാണ് ഉപയോഗിക്കാറെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും ചെറിയ സാധനങ്ങൾ നിനക്ക് മേടിച്ച് വെച്ചോളാൻ ചോദിക്കുമ്പോൾ ഞാനതിനൊന്നും പുറത്തേക്ക് ഇങ്ങനെ പോകാറില്ലല്ലോ, വല്ലപ്പോഴും എൻ്റെ വീട്ടിലേക്ക് പോകാറില്ലേ ഉള്ളൂ, അപ്പോഴൊന്നും ഓർക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് ആദർശ് ഓഫീസിലേക്ക് പോവാണ്. ഓഫീസിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ നേരം ഇങ്ങനൊരു ഫാൻസി ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് മനസ്സിൽ കരുതാണ്, എല്ലാം എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു, എന്നെ വിശ്വസിച്ച് എൻ്റെ വീട്ടിലേക്ക് എന്നൊരു പെൺകുട്ടിയാണ്, അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു, അതെല്ലാം ഞാൻ മറന്നു. അവളുടെ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവളതൊന്നും ഉപയോഗിക്കാറില്ല, എന്തായാലും ഇന്ന് അവളെ ഞെട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഫാൻസി ഷോപ്പിലേക്ക് ആദർശ് കയറി പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് അവിടെ കയറി ചെന്നിട്ട് ഐലൈനറും അതുപോലെ തന്നെ ഫൗണ്ടേഷൻസും അങ്ങനെ ചാന്തും പൊട്ടും കുറേ വളകളും അവർക്ക് വേണ്ടി കുറേ കളറിലുള്ള ക്യൂടെക്സ്, ഒരു പെട്ടി നിറയെ പല കളറിലുള്ള ക്യൂടെക്സും അങ്ങനെ ഓരോന്നും ഒരു പെട്ടി നിറയെ മേടിക്കുന്നുണ്ട് കേട്ടോ. ഐലൈനറൊക്കെ പല കമ്പനിയുടെ പല സൈസിലും മേടിക്കുന്നുണ്ട്, മേക്കപ്പുള്ള എല്ലാ സാധനങ്ങളും പലതരത്തിലുള്ളതും മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് ഇടാനുള്ള കുറേ കുപ്പിവളകളും അങ്ങനെ പല പല സാധനങ്ങളും മേടിക്കുകയാണ്. അപ്പം ആ ഫാൻസി ഷോറുകാർ തന്നെ ഓർക്കുകയാണ്, ഈശ്വര ഇതെന്താ ഇയാൾ ഇങ്ങനെ മേടിക്കുന്നൊക്കെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറെന്താ വല്ല റീറ്റെയിൽ ചെയ്യാനാണോ ചോദിക്കുമ്പോഴേക്കും അല്ലല്ല ഇതിൻ്റെ ഭാര്യയ്ക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കടയിൽ നിൽക്കുന്ന പെൺകുട്ടി പറയാണ്, ആ പെൺകുട്ടി എന്തായാലും വളരെ ഭാഗ്യമുള്ള പെൺകുട്ടി തന്നെയാണ്, ഭർത്താവ് ഇത്രയധികം സാധനമൊക്കെ മേടിച്ചിട്ട് പോകുന്നത് തന്നെ ആ പെൺകുട്ടിയുടെ ഭാഗ്യമാണെന്ന് പറയുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പെൺകുട്ടികൾ മാത്രമേ ഇങ്ങനത്തെ സാധനമൊക്കെ ഒന്ന് മേടിക്കാറുള്ളൂ, ഒരിക്കലും ഭർത്താക്കന്മാരൊന്നും മേടിക്കാറില്ല, ഇത് ആ പെണ്ണിൻ്റെ ഭാഗ്യമാണ് ഇത്ര വലിയ ഭർത്താവിന് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് ആ കടയിൽ നിന്നുകൊണ്ട്. അങ്ങനെ ആദർശ് ഇതെല്ലാം മേടിക്കുമ്പോൾ തന്നെ ഏകദേശം 10,000-7,000 രൂപയുടെ മേക്കപ്പ് സ്ഥാനം തന്നെ ആദർശ് ആ ഒരു കടയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ട് ആദർശ് കാറിൽ കൊണ്ട് വെച്ചിട്ട് നേരെ അനന്തപുരിയിലേക്ക് പോവാണ്. അങ്ങനെ ആദർശ് അവിടെ ഇറങ്ങിയിട്ട് ആലോചിക്കുന്നുണ്ട്, ഈശ്വര ഇപ്പം ഇതും കൊണ്ട് കയറി പോകുന്നതല്ലോ, അമ്മ കണ്ട് ഞാൻ തീർന്നു, പിന്നെ എന്നെ കളിയാക്കിയും എല്ലാവരുടെ മുമ്പിലിട്ട് അമ്മ ദേഷ്യപ്പെട്ടും നാണം കെടുത്തിയും എന്നെ തോലി ഉരിക്കുമെന്ന് ഓർക്കുന്നുണ്ട്. എങ്ങനെ ഇതിപ്പോൾ അകത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ആദർശ് പമ്മി ഹാളിലേക്ക് കയറുന്നുണ്ട്. ഹാളിൽ നോക്കുമ്പോൾ ആരും തന്നെ ഇല്ല. ആദർശ് പറയണ, സമാധാനമായി ഇവിടെ ആരില്ലെന്ന് പറഞ്ഞിട്ട് ആ 2-3 കവർ നിറച്ചിട്ടുണ്ട് കേട്ടോ. ആ പാക്കേജൊക്കെ ആയിട്ട് പതിയെ സ്റ്റെയർ കയറാൻ തുടങ്ങുമ്പോഴേക്കും പിന്നീന്നൊരു വിളി കേൾക്കുന്നുണ്ട്. ആദർശ് ഞെട്ടി തിരിഞ്ഞ് പുറകോട്ട് നോക്കുകയാണ്. കൃത്യമായിട്ട് അവനെ ഓർത്തു വരുന്ന ദേവയാനിയാണ്. ദേവയാനി ചോദിക്കുകയാണ്, എന്താ ആദർശ് അതൊക്കെ, എന്താ ഇത്രയും 3-4 കവറിൽ കൊണ്ടുപോകുന്നത്, ഡ്രസ്സാണോടാ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലമ്മേ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്ക് ഹാളിലേക്ക് പതിയെ പോലെ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. എന്താണ് നീ പിന്നെ കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അവനായിട്ടുള്ള ആവശ്യമുള്ള എന്തെങ്കിലും സാധനമായിരിക്കും കൊണ്ടുപോട്ടെ ദേവയാനി, അതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത്, അവനെ നിന്റെ കുഞ്ഞുവാവയൊന്നും അല്ല, ഇപ്പോൾ പ്രായപൂർത്തിയായി കല്യാണം കഴിച്ച ഒരു ഭർത്താവാണെന്ന് പറയുന്നുണ്ട്. ആഹാ, എത്രയൊക്കെ ഭർത്താവാണെങ്കിലും എൻ്റെ മകനല്ലേ അച്ഛാ, അവനെന്തെങ്കിലും സാധനമൊക്കെ മേടിക്കുമ്പം എനിക്കും കാണാൻ ആഗ്രഹമില്ലേ, അല്ല നിൻ്റെ പേഴ്സണാലിറ്റി സാധനമാണെങ്കിൽ എന്നെ കാണിക്കണ്ട കേട്ടോ, അമ്മയെ കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം കാണിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇവൻ നായനയ്ക്ക് എന്തോ മേടിച്ച് ഒളിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനാണ്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അപ്പോൾ ഒന്ന് പിരികേറ്റാണ്ട് പറയാണ്, അല്ലേലും അങ്ങനെ ഏട്ടത്തി ഭാര്യമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കളെ പിന്നെ അവരുടെ ഭർത്താക്കന്മാർ മാത്രമായിരിക്കും, നമ്മുടെ മകനൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് എരിവും കയറ്റുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുകയാണ്, നിനക്ക് എന്താ ജലജ, ശരിക്കും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കിക്കാതെ നിനക്ക് ഇരിക്കാൻ പറ്റില്ലേ, ഇതൊരു തരം മാനസിക രോഗമാണ്, നിന്നെ എത്രയും പെട്ടെന്ന് ആശ്രയം കൊണ്ടുകൊണ്ട് സമയമായി എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലമ്മേന്നും പറഞ്ഞിട്ട് അവൻ ആ 3-4 കവറുകൊണ്ട് അവിടുത്തെ ടേബിളിൽ വെക്കുകയാണ്. അപ്പോൾ നയനയും അവിടെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ആഹാ എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനിയത്തിമാർ ഓടി വന്നിട്ട് ആ പാക്കേജിനുള്ളിൽ നിന്ന് സാധനമൊക്കെ പറക്കി ഡെസ്കിൽ നിരത്തി വെക്കുകയാണ്. ഇത് കണ്ട ആനന്ദപുരി ആകെപ്പാട് ഞെട്ടിപ്പോകുന്നുണ്ട്, എല്ലാവരും ചിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ നയനോർക്കാണ് ഇതെന്താ ആദർശേട്ടൻ കാണിച്ചേക്കുന്നതെന്ന്. ഒരു പെട്ടി നിറയെ ക്യൂടെക്സ്, ഒരു പെട്ടി നിറയെ പല കമ്പനികളുടെ ഐലൈനർ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻസ്, അതുപോലെ തന്നെ മേക്കപ്പ് കിറ്റ്സും ഒരു പാക്കറ്റ് നിറയെ ഒരു പെട്ടി നിറയെ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, അങ്ങനെ പല പല സാധനങ്ങൾ, അതുപോലെ തന്നെ ആ കടയിലുണ്ടായിരുന്ന അത്രത്തോളം കുപ്പിവളകളും വലിയൊരു പാക്കറ്റിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ ആദർശേ നീ വല്ല സൈഡ് ബിസിനസ്സും തുടങ്ങിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല മുത്തശ്ശ, പിന്നെ ഇത് ആർക്കാ, വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല മുത്തശ്ശ ഇത് നയനയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. അല്ല ആദർശേ, കാര്യം പറഞ്ഞാൽ ഇങ്ങനത്തെ മേക്കപ്പ് സാധനമൊക്കെ സാധാരണ സ്ത്രീകളാണ് മേടിക്കാറുള്ളത്, അതുപോട്ടെ സ്ത്രീകൾ മേടിച്ചാൽ തന്നെ പുരുഷന്മാർ മേടിച്ചാലും 2 ഐലൈനർ അല്ലെങ്കിൽ കൂടിപ്പോയ 2-3 കളറിലുള്ള
ക്യൂടെക്സ് 2-3 ലിപ്സ്റ്റിക്ക് അങ്ങനെയൊക്കെ മേടിക്കാറുള്ളൂ, നീ ഈ കട തന്നെ മേടിച്ചിന് വന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അല്ല, നയനയ്ക്കിതിൽ ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാ നയനയ്ക്ക് ഇതുവരെ ഞാനൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചു കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയയുടെ മനസ്സിലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഈ സമയത്ത് ദേവ്യാനും ആലോചിക്കുന്നുണ്ട്, ഇപ്പോൾ ശരിക്കൊരു പെങ്കോൻ തന്നെ ആയിപ്പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഒരുപാട് സന്തോഷമായി മോനെ, ഒരു ഭാര്യയ്ക്ക് ഇതിൽ പല സന്തോഷം വേറെ എന്താ വേണ്ടത്? അവളെ വലിയ വലിയ ടൂറ് കൊണ്ടുപോവോ, അവൾക്ക് വലിയ സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചു കൊടുക്കുമോ? ഒന്നുമല്ല. ഒരു ഭാര്യയ്ക്ക് ഇഷ്ടം ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഓരോ ഭാര്യയ്ക്കും ഒരുപാട് സന്തോഷമായിരിക്കും. അവളുടെ മുടി ഒന്ന് ചീകി കൊടുക്കുക, അവളുടെ തലയിൽ മുല്ലപ്പ് വെച്ച് കൊടുക്കുക, അവൾക്ക് സിന്ദൂരം ചൂടിക്കൊടുക്കുക, അതുപോലെ തന്നെ അവൾക്ക് വളകളും കുപ്പിവളകളും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ മേടിച്ചു കൊടുക്കുക. അതൊക്കെ ഒരു ഭർത്താവ് ചെയ്യുമ്പം ഒരു ഭാര്യയ്ക്ക് ആ ഭർത്താവിനുള്ള സ്നേഹവും മതിപ്പൊക്കെ കൊടുത്തേ ഉള്ളൂ. അവളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതിയായ ഭാര്യ എന്ന് അവൾ കരുതുകയും ചെയ്യും. പിന്നെ നിന്റെ മുത്തശ്ശനും ഇതുപോലെയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്, പക്ഷെ ഒരു കട നിറയെ കൊണ്ട് തന്നിട്ടൊന്നും ഇല്ല കേട്ടോ, ഓരോന്നൊക്കെ കൊണ്ട് തരാറില്ലായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതല്ല, ഞാനിതുവരെ മേടിച്ചിട്ടില്ലല്ലോ, അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ല, അവൾ തന്നെ സെലക്ട് ചെയ്തെടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറഞ്ഞിട്ട്, കണ്ടില്ല അബി, എന്തൊക്കെ സാധനം ആദർശമായിട്ട് നയനയ്ക്കൊണ്ട് മേടിച്ചെടുക്കുന്നത്, എനിക്ക് വേണ്ടി നീ ഇന്ന് വരെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോഴേക്കും, എന്തിനാ ഞാൻ മേടിച്ചു തരുന്നത്, നീ തന്നെ ആവശ്യമുള്ള സാധനമൊക്കെ ഓൺലൈൻ വഴി മാസം 10,000ങ്ങളുടെ സാധനമല്ലേ മേടിച്ച് വരുത്തുന്നത് ചോദിക്കുന്നുണ്ട്. നീ ഇതുപോലെ കൊണ്ട് തരാമെന്നെങ്കിൽ ഞാൻ മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ആ നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ആദർശ്. ദേവൻ തല കുഴിച്ചതിന് കട്ട കലിപ്പിൽ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒന്ന് ലാപ്പാടെ സീനാവും നോക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയണ ആനിയോടും ആ പെൺകുട്ടികളോടും പറയാണ്, അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുമെന്ന് പറയുമ്പം അവരെല്ലാം അത് പാക്ക് ചെയ്ത് പഴയതുപോലെ കവറിലാക്കി കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് പതിയെ ആനി ആദർശ് എസ്കേപ്പായി ആദർശ് നയനെയും ആ സാധനം പറക്കിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനെ പറയാണ്, എൻ്റെ പൊന്ന് ആദർശിട്ടാ, എനിക്ക് ഒത്തിരി സന്തോഷമായെന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് ആദർശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതുപോലെ ഭർത്താവിനെ ഞാൻ ആഗ്രഹിച്ചത്, അല്ലാതെ ഒരുപാട് സ്വത്തും മുതലും ഒന്നും എനിക്ക് വേണ്ട, കളറുകളുടെ സാരികളോ ഒന്നും വേണ്ട, ഇതുപോലെ ചാന്തോ പൊട്ടോ കുപ്പിവിളകളോ ചെറിയ ആളുടെ സാരിയോ എന്ത് ആദർശം കൊണ്ട് തന്നാലും എനിക്ക് ഒരുപാട് സന്തോഷം, അതൊക്കെ ഇത് മാത്രം മതി ആദർശിട്ടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ആദർശിനും അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആദർശിനെ നയനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. വരാനിരിക്കുന്ന സ്റ്റോറീസും ഇതുപോലെ ഡെയിലി എപ്പിസോഡ്സും റിവ്യൂസും എല്ലാം നമ്മുടെ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെയിലി 1-2 വീഡിയോ ഒക്കെ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് പോകാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.